യൂട്യൂബറായിട്ടാണ് ഗൈസ് കളിക്കുന്നത്. ഗൈസ് നമ്മളിപ്പം കളി നമ്മൾ ലോങ് വോൾഫാണ് ഗൈസ്. കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 1v1 ഒന്നും എടുക്കുന്നില്ല, ലോങ് വോൾഫ് എടുത്താൽ കളിക്കുകയാണ് ഗൈസ്. എന്തായാലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം ഗൈസ് ആര് ജയിക്കുമെന്ന് ഗൈസ്. അപ്പോൾ നമുക്ക് നല്ലവണ്ണം തന്നെ കളിക്കാം ഗൈസ്. ഗൈസ് അവൻ റെഡി കൊടുത്തിട്ടില്ല ഗൈസ്, അവനത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. അവൻ്റെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ കളിയിലോട്ട് പോവാം ഗൈസ്. നമ്മളെ കളിയിൽ ആദ്യം തന്നെ നോട്ട് ഗൈസ്. നമുക്കപ്പം നോക്കാം ആര് ജയിക്കുമെന്ന്. അപ്പം കളി സ്റ്റാർട്ടാകട്ടെ ഗൈസ്. നമ്മളാണ് ഗൺ എടുക്കേണ്ടത്, അവനാണെന്ന് തോന്നുന്നു ഗൈസ്. ഗൈസ് സ്റ്റാർട്ടാവുന്നു ഗൈസ്. അവന് മറ്റേ ഗണ്ണെടുത്ത് ഗൈസ്. അവന് ഹെഡ് അടിക്കാനാണെന്ന് തോന്നുന്നു. എന്നെ പെട്ടെന്ന് ഹെഡ് അടിച്ചിടാന്നൊക്കെ പറയുന്നു. അവൻ ഓൺലി ഹെഡാക്കി അടിക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ചാടി അടിക്കുവാണ് ഞാനായതുകൊണ്ട്. അപ്പം ഗൈസ് നമുക്ക് എന്തായാലും അവൻ്റെ മൂട്ടിൽ പോയി കയറി കൊടുക്കാം, എന്നാലും കയറത്തില്ല. നമുക്കിവിടെ ഇങ്ങനെ നിൽക്കാം, അവൻ ഇങ്ങോട്ട് വരുന്നില്ല. നമുക്കിവിടെ ഇങ്ങനെ ഇരിക്കാം, അവൻ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് കയറി അങ്ങ് അടിക്കാം ഗൈസ്. അടി ഗൈസ്. ചാവാറപ്പം ഗൈസ് പേടിക്ക് ഗ്രൂ ഇട്ട് ഗൈസ്. നമുക്കും ഗ്രൂ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് മറ്റേ ഗ്രനേഡ് ഉണ്ടല്ലേ, മറ്റേ ഗ്രനേഡ് അതെടുത്തിട്ട് കൊടുക്കാം. ഓക്കെ, എനിക്ക് ഡാമേജ് കിട്ടി. പിന്നെ മറ്റേ കണ്ണ് മിന്നുന്നതും കൂടി എടുത്തിട്ട് കൊടുത്തേക്കാം ഗൈസ്. പിന്നെ അവനാ ഗ്രൂ പൊളിക്കാൻ പറ്റത്തില്ല, മറ്റേ ഇത് വന്നു സ്പീറിനാണ് ഗൈസ്. ആദ്യത്തെ ആൾ നമ്മൾ എടുത്തിട്ടുണ്ട് ഗൈസ്. രണ്ടാമത്തെ കളിയിലേക്ക് പോകാം ഗൈസ്. അപ്പം നമ്മൾ ജയിച്ചിരിക്കും ഗൈസ്. സ്റ്റാർട്ടാവട്ടെ ഗൈസ്. എന്തായാലും നമുക്ക് ജയിക്കാം. അവൻ ഹെഡ് അടിക്കാൻ പറ്റാത്തതിൻ്റെ പേര് ദേഷ്യമായിരിക്കും. നമുക്ക് നോക്കാം ഗൈസ്. അവൻ എന്താ ചാടി കളിക്കുന്നു ഗൈസ്. ഞാൻ ചത്ത് ഗൈസ്. മെഡിക്കറ്റ് അടിക്കാൻ സമയം തരുന്നില്ല ഗൈസ്. എന്ത് ചെയ്യാം, മെഡിക്കറ്റ് അടിക്കട്ട് സമയം തരുന്നില്ല ഗൈസ്. വന്നല്ലാതെ അടിക്കുവാണ്. ഞാൻ എങ്ങനെയൊക്കെ രക്ഷപ്പെടുക ഗൈസ് അവൻ്റെ കയ്യിൽ നിന്ന്. ഓ ഗൈസ് തീർന്നു ഗൈസ്. അവനൊരു പോയിൻ്റ് എടുത്തിട്ടുണ്ട് ഗൈസ്. ഇനി നമ്മളെ ചൂസല്ലേ ഗൈസ്. നമ്മൾ എന്തായാലും എടുത്തിരിക്കും ഗൈസ് അടുത്ത കളി ഗൈസ്. അവൻ്റെ ഇമോട്ടൊന്നും അടിച്ചിട്ടില്ല. ഇമോട്ട് അടിച്ചെങ്കിൽ അവൻ തീർന്നേനെ. അപ്പം നമുക്ക് അടുത്ത ഗണ്ണെടുക്കാം ഗൈസ്. ഞാൻ ഈഗിൾ ഡെസേർട്ടും എടുത്തു കൊടുത്തു ഗൈസ്. നമുക്ക് നെക്കി പിടിച്ചങ്ങ് ഇടാം അവനെ. എന്തായാലും ഈഗിൾ ഡെസേർട്ട് അവൻ എടുത്തു കൊടുത്തിട്ടുണ്ട്. അവൻ വലിയ ഹെഡ് അടിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈഗിൾ ഡെസേർട്ട് വെച്ചൊക്കെ കളിക്കാൻ വരും, സ്റ്റൈൽ ഇറക്കാൻ. അപ്പോൾ നമുക്കങ്ങ് അടിച്ചിട്ടേക്കാം അവനെ. നെക്കി പിടിച്ചാന്നൊന്നുമല്ല, നമുക്ക് നെക്കി പിടിച്ചങ്ങ് ഇടാം. അവൻ പറഞ്ഞ് നെക്കിയൊക്കെ പിടിച്ചടിക്ക്, ഞാൻ ഹെഡ് അടിച്ചിട്ടിരിക്കും എന്നൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് ആ ചാലഞ്ചൊക്കെ നമ്മൾ ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മളെന്തായാലും അങ്ങനെ ഹെഡൊന്നും അടിക്കുന്നില്ല. നമ്മൾ ബോഡി മാത്രം കൊടുത്തായിരിക്കും കൊല്ലുന്ന. പിന്നെ ഗൈസ് നമുക്ക് ഇമോട്ടും കൂടി ഇടാം ഗൈസ്. നമ്മൾ ഇമോട്ട് ഇട്ടിട്ടുണ്ട് ഗൈസ്. അപ്പം നമ്മൾ അടുത്ത കളിയിലോട്ട് വന്നു. അപ്പോൾ ഇവന് ദേഷ്യം വന്നിട്ട് ഇവൻ ഈ കളി എടുക്കുമോ എന്നറിയാൻ വേഗം ഗൈസ്. അപ്പോൾ ഇവൻ ദേഷ്യത്തിലായിരിക്കും ഗൈസ്, ചിലപ്പോൾ എടുക്കും. നമുക്ക് നോക്കാം എന്തായാലും. ഗൈസ് അവൻ വരുന്നില്ലല്ലോ. അവനെവിടെ എവിടെ ഗൈസ്? ആറ്റത്തൂടി ഒരുത്തന ഓടി വരുന്നുണ്ട്. ഒന്ന് ബാക്ക് അടിച്ച് നോക്കിയാൽ കാണാം, ആറ്റത്തൂടി ഒരുത്തന ഓടി വരുന്നുണ്ട് ഗൈസ്. ഒരു തല ഗൈസ്, ഒരു കണ്ടെയ്നറിൻ്റെ മേളിൽ ഒരു തല ഗൈസ്. അടിക്കാനും വയ്യ ഗൈസ്. അവൻ ഗ്രൂ ഇട്ട് വലിയ ജാടയിൽ ഇറങ്ങിയിരിക്കുകയാണ് ഹെഡ് അടിക്കാൻ. ഞാൻ ഹെഡ് അടിച്ചാൽ വിട്ടിട്ടുണ്ട് ഗൈസ്. എന്ത് ചെയ്യാനാ ഗൈസ്, നമ്മളങ്ങ് ഇതാക്കി അങ്ങ് വിട്ടിട്ടുണ്ട് അവനപ്പോൾ അടുത്ത കളിയിൽ ദേഷ്യത്തിലായിരിക്കും. നമുക്കൊരു ട്രിക്ക് യൂസ് ചെയ്ത് അപ്പുറത്തോട്ട് ചാടിയാലോ ഗൈസ്. അവൻ മറ്റേ നമ്മളാ പൊട്ടാസ് തോക്കുന്നതാണ് ഞങ്ങൾ അതിനെ വിളിക്കുന്നത്. നിങ്ങളെന്താ തോക്കുന്നതാണ് വിളിക്കുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യണം ഗൈസ്. പൊട്ടാസ് എന്നാണ് ഞങ്ങൾ അതിനെ വിളിക്കുന്നത്. ഞാൻ പൊട്ടാസ് തോക്കാണ് ഗൈസ്. പൊട്ടാസ് മാറ്റിയോ ഗൈസ്. അപ്പോൾ AW ആണ് ഗൈസ് അവൻ എടുത്തേക്കുന്നത്. നമുക്കിവിടെ ഒരു ഗ്രൂ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങോട്ട് കയറാം ഗൈസ്. പിന്നെ ഈ ട്രിക്ക് അറിയാവുന്ന ആൾക്കാർ ഒന്ന് കമൻറ്റും കൂടി ചെയ്യണം ഗൈസ്. ഈ ട്രിക്ക് നിങ്ങൾക്ക് അറിയാവോന്ന്. ഇങ്ങോട്ട് ചാടുന്ന ട്രിക്കാണ് ഗൈസ് അത്. നമുക്ക് എന്തായാലും ഇവിടെ നിൽക്കാം. അവൻ ഇങ്ങോട്ട് ഇറങ്ങി വരുവാണെങ്കിൽ അടിക്കാം. അവനിത് കണ്ട് ഇങ്ങോട്ട് ഇറങ്ങി വരാൻ സാധ്യതയുണ്ട് ഗൈസ്. നോക്കാം നമുക്ക് ഗൈസ്. എവിടെ ഗൈസ് അവൻ ഇറങ്ങി വരുന്നില്ലല്ലോ ഗൈസ്. നമ്മളെ നെറ്റ് ഗൈസ് നിങ്ങളൊന്ന് നോക്കണം ഗൈസ്. നമുക്ക് നെറ്റ് ചില സമയത്ത് കിട്ടുന്നില്ല, എന്നിട്ട് വരും ഗൈസ് നമ്മൾ കളിക്കുന്നുണ്ട് ഗൈസ്. അതാണ് നമ്മളെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളിപ്പം സോൺ വരും. അപ്പം നമുക്ക് ഗ്രൂവിൻ്റെ അപ്പുറത്തോട്ട് പോകണം ഗൈസ്. ഇറങ്ങാൻ ബാലൻസ് ഇല്ല. ഞാൻ ഇപ്പം അങ്ങനെ കളിക്കാത്തതുകൊണ്ടേ. മുമ്പ് കളിക്കുമായിരുന്നു ഗൈസ്. ഇപ്പോൾ അങ്ങനെ കളിച്ച് ശീലം കുറവാണ്. നെറ്റില്ല ഗൈസ്.
പാടാ നെറ്റും കിട്ടാൻ. നമുക്ക് ഈ കളി എടുക്കാൻ സംശയമാണ്, എനിക്ക് ഈ കളി എടുക്കാൻ പറ്റുമോ എന്ന്. അതായത് അവനെ നോക്കട്ടെ കേസ്. കണ്ട കേസ്, എന്താ കേസ് ഇപ്പോൾ ഡാമേജ് കിട്ടിയേനെ കേസ്. ഇപ്പോൾ ഇങ്ങോട്ട് ഓടി വരും കേസ്. കേസ് കണ്ട ഓടി വരുന്നു. ആ 150 ഡാമേജ് ഒരെണ്ണം കൂടി ഗൈസ്. നമ്മൾ ഈ 4ാമത്തെ പോയിന്റ് എടുത്തിട്ടുണ്ട് ഗൈസ്. ഇനി അവൻ ഈ കളി എടുക്കാൻ സാധ്യത കുറവാണ്. നമ്മൾ ഒരു കളിയും കൂടി എടുത്താൽ നമ്മൾ ജയിക്കും ഗൈസ്. നമ്മൾ AW വെച്ച് എന്തായാലും അടിച്ചിട്ടേ ഇരിക്കും. ഞാൻ ഇനി ഇച്ചിരി ഒന്ന് സർക്കസ് കളി പോലെ ഒന്ന് ചുമ്മാ ചാടി കൊടുത്ത് നോക്കാം. അവൻ അടിക്കുമെങ്കിൽ നോക്കാം. അതായത് നമുക്ക് ഇവിടെ ഗ്രൂ ഇട്ടിട്ട് ഇറങ്ങണ്ട, നമുക്ക് ഇങ്ങനെ തന്നെ നിൽക്കാം. അവൻ ഇറങ്ങിയെന്ന് വിചാരിച്ചാലോ. ഗൈസ് അവൻ അടിക്കുന്നുണ്ട് ഗൈസ്. അവൻ ഇറങ്ങിയിട്ടില്ലെന്ന് മനസ്സിലായിട്ടുണ്ട് ഗൈസ്. അപ്പം നമ്മൾ വെറുതെ വിടണ്ട. നമ്മൾ ഇവിടെ നിന്ന് അടിച്ചിട്ട് ഗൈസ്. ഓ ഗൈസ് പറ്റിയില്ല ഗൈസ് അവനെ അടിക്കാൻ. ഇത് 150 ഡാമേജ് കിട്ടി ഗൈസ്. അപ്പം പാടായിരിക്കും അവനെ അടിക്കാൻ ഗൈസ്. ഓ ഗൈസ് നമ്മൾ അടിച്ചു ഗൈസ്. അപ്പം നമ്മൾ ബോയ് എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പം ഗൈസ് നമ്മൾ ജയിച്ചിട്ടുണ്ട് ഗൈസ്. ഇതിൻ്റെ പാർട്ട് 2 ഇടുന്നുണ്ട് ഗൈസ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യണം ഗൈസ്. ബൈ.